ഈ ചെങ്കിസ് ഖാൻ എന്നുള്ള പേര് അത് ഒറിജിനലാണ്? ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന പേര് ഒറിജിനലാണ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര്. ഒരു ആവശ്യം ചൂസ് ചെയ്തിട്ട് പവറിന് വേണ്ടിയിട്ടാണ്, ഗത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു അയോധന കല എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഒരുപാട് അന്വേഷിച്ചു, അടുത്തൊന്നുമില്ല. മണവാളിനെ കുറിച്ചിട്ട് അറിയോ? എത്ര എനിക്ക് വ്യക്തിപരമായിട്ട് ആളായിട്ട് പ്രശ്നങ്ങളില്ല, ആളറിയ പോലും ഇല്ല. പക്ഷേ ഈ ഇവന്റ് നടന്ന ക്ലബ്ബ് ഞാനുമായി അത്രയും ബന്ധമുള്ള ഒരു ക്ലബ്ബാണ്. ആളുടെ ഫൈറ്റ് കഴിഞ്ഞ് ആളുടെ ഷോപ്പിന്റെ ബേസ് ചെയ്തിട്ട് ആ ക്ലബും ആ ക്ലബിന്റെ ഇവന്റും അത്രയും തരത്തായിട്ട് പെട്ടത് കൊണ്ടാണ് എനിക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അവരുടെ ആ ഒരു കോഴ്സിലുള്ള കണ്ടിട്ടൊക്കെയാണ് ഇരിക്കാനുള്ള ഒരുപാട് പരിപാടികൾ നോക്കുന്നുണ്ട്. അവരവരുടെ ഫാമിലിനെ അവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവരുടെ ശരികള് അവരുടെ ശരികള് അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഗെത്ത് മനുഷ്യന്റെ ഗെത്ത് മകൻ ചെങ്കിസ് ഖാൻ. ഹായ്, വെൽക്കം ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനില് ഇന്ന് നമ്മളൊരു ഫൈറ്റിംഗ് സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് വേറെ ആരല്ല, ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിലേക്ക് വന്നു. ഇപ്പോ MMA ഫൈറ്റർ ആയിട്ടൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതനായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, ചെങ്കിസ് ഖാൻ. ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചെങ്കിസ് ഖാൻ എന്നുള്ള പേര് ഒറിജിനലാണ്? എന്താണ് ഈ പേരിലേക്ക് എത്തിയത്? അതെ അതെ, ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാന്റെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഫൈറ്ററും കൂടിയാണെന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു ഇനി ഒരു പവർ കിട്ടാൻ വേണ്ടിട്ട് ചെങ്കിസ് ഖാൻ സ്റ്റേറ്റ് നെയിം ആണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് നെയിം അല്ല, ശരിക്കും വാവശ്യ കിട്ടുന്ന പേരാണ്. ആള് വാപ്പിച്ച് ഇതേപോലെ ഫൈറ്റിങ്ങിനോട് അല്ലെങ്കിൽ ചെങ്കിസ് ഖാൻ എന്നുള്ള പേര് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോ ചെങ്കിസ് ഖാൻ എന്നുള്ള പേര് നമുക്കൊരു പവറായിട്ടും ഒരു വെറൈറ്റി ആയിട്ടും അതാണ് കാര്യം, വ്യത്യസ്തനായിട്ട് നിൽക്കണം. നമ്മളെന്തെങ്കിലും ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പേര് കൊണ്ട് ഒരു പവർഫുൾ ഒരു എന്താ പറയുക കിട്ടാൻ വേണ്ടി തന്നെ ഇട്ടേക്കണാണ്, മുൻകൂട്ടി ഇട്ടേക്കുന്നതാണ്. ആ പേര് ഗുണം ചെയ്തിട്ടുണ്ട് ശരിക്കും. പിന്നെ പല സ്ഥലത്തും എല്ലാവരിൽ നിന്നും പേര് കൊണ്ട് വ്യത്യസ്തനാണല്ലോ. അതെ അതെ അതെ, അതിന്റെ ഒരു ഗുണം ഉറപ്പായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ സിനിമയിലേക്ക് വരുന്നത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. മമ്മൂക്കാടൊപ്പം ഈ അജിത് സാറിന്റെ ഒക്കെ ഒപ്പം ഭയങ്കര അത്രയും വലിയ മഹാരഥന്മാർക്കുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എന്താണ് അവരുടെ ഒപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ്, അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ്? ഈ മമ്മൂക്കാടൊപ്പം നിലവിൽ ഞാൻ 3 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കമ്മീഷണർ എന്ന് പറഞ്ഞ ഫിലിം ആദ്യം അദ്ദേഹത്തിന്റെ ഒപ്പം ചെയ്ത അടുത്ത പടം അതാണ്. അത് ഒരുപാട് വർഷങ്ങളായി. പിന്നെ അതിനുശേഷം ഷൈലോക്ക്, പിന്നെ ഭീഷ്മ. മമ്മൂക്ക അടിപൊളിയാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മമ്മൂക്കാന് ഇഷ്ടമില്ലാത്ത മലയാളികളില്ല. എങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സംഭവമല്ലേ. പുള്ളി ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ, നമ്മൾ ഭയങ്കരമായിട്ടും നമുക്ക് കാണുമ്പോ പേടിയാവെങ്കിലും പുള്ളിയായിട്ട് ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ ആണെന്നല്ലേ. ആളുടെ അടുത്ത് പോയി സംസാരിക്കുന്ന പുള്ളി സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കും. സിമ്പിൾ മെമ്പറാണ് ആണല്ലേ. ഈ ചെങ്കിസ് ഖാന് സിനിമയിലേക്ക് വരുമ്പോ സിനിമയിലൊരു ഫൈറ്റർ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്, ഒരു ആക്ടർ ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിലുപരി എനിക്ക് നല്ലൊരു എന്റർടൈനർ ആയി വരണം തന്നെ. ഏത് മേഖലയായാലും ജീവിതത്തിലായാലും ഫോണിലായാലും റീച്ചിലായാലും നല്ലൊരു ബെസ്റ്റ് എന്റർടൈനർ ആവണമെന്ന് മാത്രമേ. ഈ എന്റർടൈനർ ആയിട്ട് നിൽക്കാന്ന് പറയുമ്പോണ്ടല്ലോ, ഒരുപാട് രീതിയിൽ എന്റർടൈനർ ആണ്. ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമയിൽ, ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പല കോൺട്രവേഴ്സി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, പല കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോ അങ്ങനെ പല രീതിയിൽ എന്റർടൈനർ ആണ്. പേഴ്സണലി ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്തിനോടാണ് പാഷനേറ്റ് ആയിട്ടുള്ളത്? ഞാൻ ഏറ്റവും പാഷനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഫിലിം തന്നെ, സിനിമ തന്നെ. അത് ഒന്നാമത് പണ്ട് മുതലേ അത് പ്ലഗിലുണ്ട് സിനിമയോട്. അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസം വരെ. ഒരു ദിവസം ഒരു ചെയർ കിട്ടുമായിരിക്കും. ഉറപ്പായിട്ടും പരിശ്രമത്തിന് ഫലം ഉണ്ടാവുക. അത് മാത്രമല്ല, പിന്നെ പറഞ്ഞ പോലെ ഫൈറ്റിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ഈ ഒരു MMA ഫൈറ്റിലേക്ക് എത്തിപ്പെടുന്നത്? ഈ ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇവന്റ്സ് ഓൺലൈനിൽ
കാണുന്നുണ്ടായിരുന്നു. പലരും ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തത് തന്നെ. എത്ര വർഷമായിട്ടുണ്ടാവും? ഞാനൊരു 2020 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇതിന്റെ ഒക്കെ മെയിൻ കാരണക്കാരൻ വാവശ്യാണ്. വാവശ്യ ശരിക്കും പറയുന്നത് വാവശ്യയുടെ വാപ്പ കളരി ഗുരുക്കളായിരുന്നു. അത് കണക്ട് ചെയ്തിട്ട് വാവശ്യ ഒരു കളരി നല്ലൊരു അഭ്യാസിയായിരുന്നു. കണക്ട് ചെയ്തിട്ട് ഞാൻ ബ്ലഡിലുള്ളതാണ്. അപ്പൊ നമ്മളും എനിക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ആയോധന കല എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് അന്വേഷിച്ചു, അടുത്തൊന്നുമില്ല. അപ്പൊ ഞാൻ നിലവിൽ എന്റെ വീട്ടിൽ നിന്ന് ഈ സ്ഥലം വരെ 30 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്, ഈ ക്ലബ് വരെ. ഞാൻ 3 ദിവസം, ആഴ്ചയിൽ 3-4 ദിവസം ഉണ്ട് ക്ലാസ്. ഞാൻ ഡെയിലി പോകുമായിരുന്നു. ആ 4 ദിവസം കറക്റ്റ് ആയിട്ട് പോകുമായിരുന്നു. പോയി 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 അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കും. 5 വർഷം കൊണ്ട് ഈ ഒരു നിലയിലേക്ക് എത്തി. ഈ വലിയ നിലയിലെത്തി ഇല്ല, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാത്ത ആളുകൾ പോലും വലിയ നിലയിൽ എത്തണ കാലമാണ്. മനസ്സിലായില്ലേ? അപ്പൊ കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും ചെയ്യാത്തവര് പോലും ഫൈറ്റർ ആയിക്കൊണ്ടും. ഞാൻ പറയണത് എന്തിനെ കുറിച്ചിട്ടാണ് എല്ലാ മലയാളികൾക്കും മനസ്സിലാവും. കാരണം ഇത് ഈ ഫൈറ്റിനെ കുറിച്ചിട്ട് ഒരു കുന്തവും അറിയാത്ത ആളുകൾക്ക് പോലും നമ്മൾ ആ റിങ്ങും അതിനകത്തെ ഫൈറ്റും കാണുമ്പോ ഇതാണ് ഫൈറ്റ്. അങ്ങനെ അതിലേക്ക് വരാം, മണവാളനിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്നെ പോലെ തന്നെ ഒരുപാട് പേരുണ്ടാവും. എന്താണ് MMA ഫൈറ്റ്? അതെന്താണ് മെയിൻ ആയിട്ട് MMA ഫൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിക്സഡ് മാർഷൽ ആർട്സ് എന്ന് പറയും. അത് മുയ് തായ് ഉണ്ട്, ഉണ്ട്, റെസ്ലിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബോക്സിംഗ് ഉണ്ട്. ഇതെല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ചെറിയൊരു കലാരൂപമാണ് MMA. ഇത് ഒഫീഷ്യലി ഇപ്പൊ നമുക്ക് നാഷണൽ ഇന്റർനാഷണലും ഒക്കെ ആയിട്ട് ഒഫീഷ്യലി മത്സരങ്ങളുള്ള ഒരു വിഭാഗം തന്നെയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് അതിനത്ര അധികം പ്രാധാന്യം ഇന്നീ ദിവസത്ത് ഭയങ്കര ഫെയിം ആയിട്ട് ഇപ്പൊ നിന്നുകൊണ്ടിരിക്കുകയാണ് MMA. ഏറ്റവും എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പോർട്സ് ആയിട്ട് മാറി ഇപ്പൊ കേരളത്തിൽ. MMA ശരിക്കും എവിടെ നിന്നാണ് നമ്മളുടെ നാട്ടിലേക്ക് വരുന്നത്? അതൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അതൊന്നും നമുക്ക് അറിയാനുള്ള ആഗ്രഹം. ഒരുപാട് രാജ്യങ്ങള് ഫെയിമായിട്ടും വർഷങ്ങളോളായിട്ട് ഇത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അറിയില്ല. ഞാൻ ചോദിക്കാന്ന്, എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഇല്ലാത്തതിന്റെ പേര് നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് UFC എന്ന് പറയുന്ന ചാമ്പ്യൻഷിപ്പാണ്. അവിടുന്നാണ് ഇത് ഇങ്ങനെ ഒരു കലാരൂപം ഉണ്ടെന്ന് അറിയണത്, സ്പോർട്സ് ഉണ്ടെന്ന് അറിയണത്. നമ്മളിത് ഇത് കാണുമ്പോഴും ഇതിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഒക്കെ നമ്മളുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഈ കുറെ സിനിമകളിലുണ്ട്. നമ്മളുടെ ലാലേട്ട ആര്യനിലൊക്കെ പുള്ളി ബോംബെയിൽ ചെന്നിട്ട് മറ്റേ ഇവിടെ ഫൈറ്റിന് കയറുന്ന അതേ. എനിക്ക് തോന്നുന്നത് അവിടെ MMA ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ബോക്സിംഗ് അടക്കം എല്ലാ ആയോധന കലകളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് റിങ്ങിനുള്ളിൽ ഉപയോഗിക്കാം അല്ലേ? അപ്പൊ ഒരു റിങ്ങിലും ഉപയോഗിക്കാം, പുറത്ത് ഉപയോഗിക്കാം, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. ശരിക്കും ഭയങ്കര ഡേഞ്ചർ അല്ലേ? നമുക്ക് ഒരു ആയുധം ഇല്ലാത്ത ഒരാളുടെ എടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 5-6 പേരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ 10 പേരുണ്ടെന്ന് വിചാരിച്ചു ഫൈറ്റ് നിൽക്കാൻ പറ്റും. ആയുധം എന്ത് പറയാ, നമ്മുടെ ആരോഗ്യം നമ്മളത് നോക്കിക്കൊള്ളണം. ഈ റിങ്ങിനകത്ത് ഒരു വിജയി എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ബോക്സിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പോയിന്റുകൾ, ഇപ്പൊ ഇന്ന റെസ്ട്രിക്ഷൻസ്, അങ്ങനെ പോയിന്റ്സുകൾ നോക്കുമല്ലോ. MMA ഞാൻ നോക്കുമ്പോ പക്ഷെ നമുക്ക് കേരളത്തിലെ ഫൈറ്റ് ഏറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എന്താ പറയാ, ഒരു ലിമിറ്റ് വിട്ട് പോകുന്നില്ല. അതിനു മുമ്പ് അങ്ങടെ അത്ര ഹാർഡായി കഴിഞ്ഞാൽ നമ്മുടെ റഫറി വന്നിട്ട് ഇടപെട്ട് മാറ്റും. അതാണ് ഞാൻ കണ്ടിരുന്നത് കേരളത്തിൽ. അപ്പൊ അത്ര പ്രശ്നമില്ല കേരളത്തില്. പ്രശ്നം എനിക്ക് തോന്നണ ഇപ്പൊ മണവാളന്റെ ചാമ്പ്യൻ മണവാളന്റെ ഇതെന്താണെന്നോ ഇത് ഇപ്പൊ MMA എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോ ഒരുപാട് കൊള്ളൂത്. ഞാൻ അപ്പോഴും പറയട്ടെ, ഞാൻ പ്രൊഫഷണൽ ആയിട്ടില്ല. ഞാൻ ആൻസർ ഫൈറ്റർ ആണ്. ഞാൻ ആകെ 2 ഫൈറ്റാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണുള്ളൂ. ഞാൻ മണവാളിന്റെ അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ല, ഞാൻ ആയി വരുന്നുള്ളൂ. മണവാളിനെ കുറിച്ചിട്ട് അറിയോ? എനിക്ക് വ്യക്തിപരമായിട്ട് ആളായിട്ട് പ്രശ്നങ്ങളില്ല, ആളറിയാൻ പോലും ഇല്ല. പക്ഷെ ഈ ഇവന്റ് നടന്ന ക്ലബ്ബ് ഞാനുമായി അത്രയും ബന്ധമുള്ള ഒരു ക്ലബ്ബാണ്. ആളുടെ ഫൈറ്റ് കഴിഞ്ഞ് ആളുടെ ഷോപ്പിന്റെ പേസ് ചെയ്തിട്ട് ആ ക്ലബും ആ ക്ലബിന്റെ ഇവന്റും അത്രയും തരം താഴ്ത്തപ്പെട്ടത് കൊണ്ടാണ്
എനിക്ക് അതിനായിട്ട് വേണ്ടിയിട്ട് സംസാരിക്കണമെന്ന്. നമ്മള് മണവാളിനെ വലിയ ഇതാക്കി പറയണല്ല, പക്ഷെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കണാണ്. ഇപ്പൊ റോക്കി ക്ലബായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാന്ന് പറഞ്ഞല്ലോ. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം, ഞാനൊരു പ്രേക്ഷകനായിട്ട് കണ്ടപ്പോ, ഈ ഫൈറ്റ് കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്ത് കലക്കും അതിൻ്റെതായിട്ടുള്ള ഒരു താളവും ഒരു നേക്കും ആളല്ലോ നമ്മള്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ അത് കാണുമ്പോ നമ്മൾക്ക് വെറുതെ ഇങ്ങനെ ഇട്ട് അതായത് നമ്മൾ പുറത്തുനിന്ന് ഇതാണോ എന്നെ ഞാൻ പറയട്ടെ, ഇതൊന്നും നമുക്കൊരു വിഷയമുള്ള കേസല്ല. ഇതെല്ലാ പ്രശ്നം നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ അതല്ല. ഇപ്പൊ ഞാനും ബ്രോയും തമ്മിൽ റിങ്ങില് ഫൈറ്റ് ചെയ്യണം. ബ്രോ ചിലപ്പോ ഒരു 3-2 മാസമായിട്ടുള്ളൂ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത്. ബ്രോനെ ഞാൻ ആ റിങ്ങിലേക്ക് ഓടിച്ച് തല്ലി തവിടുകൂടിയായിരുന്നു. എന്നേക്കാളും വീക്കാണ് ബ്രോ. ഞാൻ ബ്രോനെ അതറിഞ്ഞുകൊണ്ട് ചവിട്ടി കൂട്ടിയതിനു ശേഷം ഞാൻ അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് അതിനകത്ത് വലിയ താല്പര്യമില്ലാത്ത, അതും നാഷണലും ഇന്റർനാഷണലും അടിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റി ഇല്ല എന്നുള്ളത് മണവാളൻ മനസ്സിലാക്കിയില്ല. മണവാളിന്റെ നാക്കാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇവന്റെ അത്രയും മോശമായിട്ട് എല്ലാവരും കണ്ടു. അല്ല, അത് ചിലപ്പോ ആള് ഒരു അതിനത്ര ഭയങ്കര ഒരു ഹാപ്പിനെസ്സിൽ പറഞ്ഞതാണെങ്കിലും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ഒരു ഗെയിമറാണ് അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഒരുപാട് വലിയ വലിയ ആളുകളുണ്ട് ഇവിടെ. ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര്. നമ്മളെന്തിന് ഏറ്റവും ബെറ്റർ ഫൈറ്റർ നമ്മളാണെന്ന് നമ്മളെന്തിന് വിലയിരുത്തണം? നമ്മളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ നമ്മുടെ പകുതി അഹങ്കാരം കുറയും. 99% അഹങ്കാരം അപ്പൊ തന്നെ കുറഞ്ഞു കിട്ടും. നമ്മളൊന്നും അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതെ, എനിക്ക് തോന്നുന്നത് അപ്പൊ അതാണ് എനിക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയ. എന്തുകൊണ്ടാണ് ആ ഒരു ഫൈറ്റ് അത്രയും ആളുകള് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് എന്റെ ഒരു ഇതില് കിട്ടിയത്. കാരണം ഈ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒന്നും അറിയാത്ത ഒരു പാവത്തിന് ഓടിച്ചിട്ട് കാഴ്ച പൂച്ചതല്ലതാ ഒരു ഫീൽ എല്ലാവർക്കും കിട്ടിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു മണവാളൻ അത് ഭയങ്കര നെഗറ്റീവായിട്ട് അടിച്ചത്. മാത്രമല്ല തല്ലിയതല്ലല്ലോ പ്രശ്നം, അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ്സും ഡയലോഗാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അതും ഇങ്ങനെ ഒരാളെ അത് ഒരു റിയൽ ഒരു കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉള്ള ഒരാളെ തല്ലി തവിടുപൊടിയാക്കി. അതായത് ഒട്ടും എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാണ്. പൈസ ആയിരിക്കാം, കേജിന്റെ പുറത്ത് നല്ലൊരു ഫൈറ്റർ ആയിരിക്കാം, കേജിന്റെ ഉള്ളില് നല്ലൊരു ഫൈറ്റർ അല്ലായിരിക്കാം. അതെ അത് മണവാളിനറിയാം. എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ കിടന്ന അളിയുന്ന ഇടങ്ങേറാണെന്ന് ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരാളെ നിലംപരിശാക്കിയിട്ടുള്ള ആഘോഷം അത് ഭയങ്കര. ഇനിയിപ്പോ ആഘോഷിച്ചോട്ടെ, എങ്ങനെയാണെന്ന് അറിയട്ടെ, എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നല്ലൊരു ആംചർ ഫൈറ്റർ, ബെസ്റ്റ് ഫൈറ്റർ മണവാളൻ അടിച്ച് വിൻ ചെയ്തിരുന്നെങ്കിൽ അവൻ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമായിരുന്നു. അവനേക്കാൾ മോശം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പീരിയൻസ്ഡ് ആണ്. അത്രയും എന്താ പറയാ, എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാള്, പാവപ്പെട്ട ഒരാള് അതേപോലെ തല്ലി തവിടുപൊടിയാക്കിയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയി. ഇനി എന്റെ മുകളിൽ ആരും ഇല്ല എന്നുള്ള കൺസെപ്റ്റിൽ സംസാരിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നം. അതേസമയം അതിനുശേഷം വേറൊരു കാര്യം ഞാൻ കേട്ടത് ഇതിനെ സംബന്ധിച്ചിട്ട്, അവന്റെ പേര് ഞാൻ മറന്നു, ഇതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ഫൈറ്ററാണ്, തിളങ്ങി നിൽക്കുന്ന ഫൈറ്ററാണ്. പക്ഷെ ആള് അഫ്സൽ ഷാ ഇതേപോലെ നമ്മളുടെ മണവാളന്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും ആളായിട്ട് ഒരു ഫൈറ്റ് ഫിക്സ് ചെയ്യാം. അവസാനം അഫ്സൽ ഷാ പിന്മാറി എന്നുള്ള ഒരു കിംവദന്തി പരക്കണല്ലോ. ഞാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് എന്തോ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ഫൈറ്റ് നടന്നാലാണ് പുള്ളി ഫൈറ്റ് ചെയ്യുള്ളൂ. പുള്ളിയുടെ വീട്ടില് ഫാമിലി എന്തോ ഇഷ്യൂ ഉണ്ട്. പുള്ളിയുടെ വാപ്പിച്ചിക്ക് എന്തോ അഫ്സൽ ഷാക്ക് വാപ്പിച്ചിക്ക് ഹാർട്ടിന് എന്തോ കംപ്ലൈന്റ് ആയിട്ട് അതിന്റെ എന്തോ സർജറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളിലാണ്. അടുത്ത മാസം പുള്ളി ഗൾഫിലേക്ക് പോകാനാണ് വിസ എടുത്ത് വെച്ചത്. അപ്പൊ ഡിസംബറിൽ പുള്ളി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് മണവാളൻ ആ വീഡിയോ ചെയ്തേക്കുന്നത് എന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. അതെനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡിസംബറിൽ അഫ്സൽ ഷാ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന ഡേറ്റിന് അഫ്സൽ ഷാ നാട്ടിലില്ലല്ലോ, പേടിച്ചു പോയെന്നൊരു
അപ്പൊ ആൾ അവൈലബിൾ അല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. പരിപാടിയായിരുന്നു. പരിപാടി തന്നെയാണ്. ഈ മണവാളുടെ പേജില് ബ്രോ കമന്റ് ഇല്ല ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇല്ല, ബ്രോ. ഞാൻ മണവാളിന്റെ പേജിലല്ല, നമ്മുടെ നീലക്കോയിലിന്റെ നീലക്കുയിൽ എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയക്ക് ഇങ്ങനെ ഫൈറ്റ് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ആളെ ഈ മറ്റേ ഫൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഡയലോഗ് കേട്ടിട്ട് പൊളിഞ്ഞിട്ടാണ് ഞാൻ കമന്റ് ഇട്ടത്. അതിനെ റെസ്പോണ്ട് ചെയ്തിരുന്നോ? ഇല്ല ഇല്ല, ആൾ കാണുന്നുണ്ട്. ആൾ നമ്മുടെ പ്രൊഫൈൽ നോക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റോറീസ് നോക്കുന്നുണ്ട്, നമ്മുടെ കമന്റ്സ് കാണുന്നുണ്ട്, എല്ലാവരും അയച്ചു കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ അതിന് ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. റെസ്പോണ്ട് അല്ല, ഇന്നലെ ആളുടെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തു എന്നുള്ള രീതിയിൽ. ആര്? ആളുടെ മെയിൻ ഒരു കമ്പനിക്കാരൻ. അപ്പൊ അത് പുള്ളിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും താങ്കളെ ഞാൻ ഇതിനകത്തേക്ക് വലിച്ചയക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ മണവാളിന് അങ്ങനെ ഒരു ഫൈറ്റിന് താല്പര്യം ഇല്ലാന്നാണോ? മണവാളൻ ബ്രോ മണവാളിനെ വെല്ലുവിളിക്കുകയാണെങ്കിൽ എന്തായാലും പുള്ളി ഓക്കെയാണ്. എന്തായാലും സ്വീകരിക്കും. അതല്ല, കുറച്ച് ബെറ്റർ ഫൈറ്റർ ഒരാളാണ് ആളെ വെല്ലുവിളിക്കുന്നതെങ്കിൽ, ചലച്ചിട്ട് വിളിക്കുന്നതെങ്കിൽ ആള് ആ ഭാഗത്തേക്ക് നോക്കണ്ട. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ മണവാളൻ എന്ന് പറയുന്ന പയ്യൻ നല്ലൊരു ഫൈറ്റർ ആവും. വെയിറ്റ് ചെയ്താ നല്ല രീതിയിൽ ഡൗൺ ടു എർത്ത് ആയിട്ട്, ഞാനൊന്നുമല്ല, എനിക്ക് ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ പഠിച്ചാൽ അത് നല്ലൊരു ബെറ്റർ ഫൈറ്റർ ആവും. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, ആള് നല്ലൊരു ഫൈറ്റർ ആയിട്ട് മാറട്ടെ. ഇനി നമ്മൾ ഫൈറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാല് സിനിമയിലേക്ക് വരാം. സിനിമയില് ഇപ്പൊ കുറച്ച് വേഷങ്ങളൊക്കെ ചെയ്ത് ഇനി നല്ല നല്ല വേഷങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിലേക്ക് ഇനി എന്താണ് ഭാവി പരിപാടികൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഞാൻ നിലവിലെ ഒരു വെബ് സീരീസ് പ്ലാനിങ്ങിലാണ്. വാപ്ഷിയുടെ ചെറിയൊരു പഴയൊരു അതിസാഹസികമായിട്ടുള്ളൊരു ചെറിയൊരു സ്റ്റോറിയാണ് വാപ്പിച്ചി. അങ്ങനെ അതായത് വെബ് സീരീസിന്റെ കാലഘട്ടമാണ് ഇപ്പൊ. വാപ്പിച്ചി അങ്ങനെ ഒരു സാഹസികനായിരുന്നു. ഈ പഴയൊരു ഗാങ്സ്റ്റർ ആയിരുന്നു. പേരെന്താണ്? സലീം ബാബ. ആള് പഴയ ടാക്സി ഓടിച്ചുകൊണ്ടിരുന്ന കാലത്ത് നടന്നൊരു ഇഷ്യൂ ആണ്. അത് വാങ്ങിച്ച് ടാക്സിയിലെ ആളുകളെ ഇറക്കിയിട്ട് വരുന്ന വഴിക്ക് ഒരു ടീമായിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ആൾക്ക് കുത്തേക്ക് 2-3 6-7 മാസത്തോളം ഡ്രസ്സൊക്കെ ആയിട്ട് റിക്കവറായിട്ട് വന്നാണ്. കുത്തിയ ആളും ഭയങ്കര വലിയൊരു അന്നത്തെ ആ ടൈമിലെ ഏറ്റവും ടോപ്പ് ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു. ആള് കുത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും റിക്കവർ ആവാത്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു പേരുള്ള ആള് റിക്കവർ ആയി എന്നുള്ളതാണ് ഭയങ്കര എന്താ പറയാ, എല്ലാവരെയും അത്ഭുതപ്പെടുന്നത്. റിക്കവർ ആവലില്ല, അതേപോലെ ഫലിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അപ്പൊ അന്നത്തെ കാലത്ത് അത് റിക്കവറായി വന്നതിന് ശേഷം സലീം ബാബക്ക് അങ്ങനെ ഒരു ഇമേജും കൂടി വന്ന് അപ്പൊ അത് ഞാൻ അത് കണക്ട് ചെയ്തിട്ട് മാസ് ക്ലാസ് ഒരു വെബ് സീരീസാണ് പ്ലാൻ. അടിപൊളി. നിലവിലെ സ്ക്രിപ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഒരു ആക്ഷൻ ത്രില്ലർ വെബ് സീരീസ് ആയിരിക്കും. ക്ലാസ് ആൻഡ് മാസ് ആയിരിക്കും. അടിപൊളി. അപ്പൊ എല്ലാവിധ ആശംസകളും. ഈ പറയുന്ന പോലെ സലീം ബാബ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോ എങ്ങനെ ഉണ്ടാവുന്ന കാണാൻ നമ്മളും എന്താ പറയുക ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് സംഭവിക്കട്ടെ. പിന്നെ സിനിമയിലേക്ക് വേറെ അഭിനയത്തിലേക്ക് വരുമ്പോ വേറെ പുതിയതായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല, ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരുത്തരുടെ ഡെയിലി വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നിരന്തരം പ്രയത്നിക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഞാൻ ഒരു 60-70 വയസ്സിലൊക്കെ ആയിരിക്കും ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ. ആരോഗ്യവും ആവശ്യം തന്നെങ്കിൽ ചിലപ്പോ ആ ടൈമിലായിരിക്കും എന്തെങ്കിലും അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പാഷൻ പുറകെ തന്നെ ഇതിനോട്. എന്തായാലും സംഭവിക്കട്ടെ. സംഭവിക്കാതെ ഇവിടെ പോവാൻ നമ്മള് പരിശ്രമങ്ങളാണല്ലോ വിജയത്തിന് പടിയായിട്ട് വരുന്നത്. ഞാൻ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പോ ഈ ഒരു ആഴ്ചയിലാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നോണ്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എന്നെ ഒരാൾ പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഇതിനു മുമ്പുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സിനും പിന്നെ അതേപോലെ എന്താണ് ഗേ അതിനോടൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കുന്നതും അവരെയൊക്കെ എന്താ പറയുന്നത്
നഖശികാന്തം ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ അതിന്, അതുപോലെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കമന്റോ അല്ലെങ്കിൽ അതിന് പ്രതികരണങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് അവരോട് എന്തോ എനിക്ക് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് ഒരു കണക്ഷൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ അവരുടെ കമ്മ്യൂണിറ്റി അവരൊരു സമൂഹം ഉണ്ടാക്കിയിട്ട് ഒരു സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് അത് അവരുടെ ഭാഗത്തു നിന്നോട്ടെ. സ്ട്രേറ്റ് ആയിട്ടുള്ള ആളുകളുടെ അല്ല, അവരങ്ങനെ ഒരു ഭാഗത്തല്ലേ നിക്കുന്നത്. അല്ലല്ലോ, സ്ട്രേറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് വന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ നിയമങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരുമായിട്ട് തുടങ്ങട്ടെ. നമ്മുടെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അതാണോ, അത് മാത്രമാണോ അതിന്? ഇപ്പൊ അവരും നമ്മളെ പോലെ സമൂഹ മനുഷ്യരാണ്. പിന്നെ അതിലൊന്നും ഒരു ഇതില്ല. അവരെ ഉപദ്രവിക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല. അവരവരുടെ ജീവിതമായിട്ട് അവർ നീക്കോട്ടെ. പക്ഷെ ബാക്കിയുള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള ആളുകൾ അല്ല, ഇത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ അവകാശങ്ങള് സ്ട്രേറ്റ് ആയിട്ടുള്ള ആളുകൾ അത് അംഗീകരിച്ച് പോകണം എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇപ്പൊ നിലവിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലായില്ല. ഈ അടിച്ചേൽപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ സാധാരണ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരാളെ നിങ്ങള് ഇതാവണം എന്ന്, ഇവരുടെ കമ്മ്യൂണിറ്റി ആവണം എന്നുള്ളത് അടിച്ചേൽപ്പിക്കലാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അവരെ അങ്ങനെ മാറ്റാൻ ഇവരൊരു ശ്രമം നടത്തുന്നത്? എന്താണ് അടിച്ചേൽപ്പിക്കൽ എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത്? അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് അവരുടെ ഇഷ്ടങ്ങളായിട്ട് സമീപിക്കുന്നത്, അതാണോ അടിച്ചേൽപ്പിക്കുന്നത് ഉദ്ദേശിച്ചത്? അതല്ല ഞാൻ പറഞ്ഞില്ലേ, അടിച്ചേൽപ്പിക്കുന്നത് ഇപ്പോഴത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇവർക്ക് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഇവരെ അംഗീകരിച്ച് പോകുന്ന ഒരു സമൂഹം ഇതിന്റെ അടുത്ത് ായിട്ടുള്ള തിരിഞ്ഞു ചെയ്യുന്ന ആളുകൾക്ക് ഇവരെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇവർക്കുണ്ട്. അപ്പൊ അതെന്തായാലും പോസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആഗ്രഹമല്ലേ അവരുടെ? അല്ല, ആഗ്രഹമാണ്. അത് അവര് പറയുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്കും നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരെ പോലെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ആളുകളെ പോലെ നമ്മൾക്ക് സമൂഹത്തിൽ ജീവിക്കണം, അംഗീകാരം കിട്ടണം, നമ്മൾക്കും മറ്റുള്ളവരെ പോലെ പദവികൾ കിട്ടണം എന്നുള്ളത് സാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിൽ പെട്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് സംഘടനകളുണ്ട്. ഓരോ സംഘടനക്കും അവരവരുടേതായിട്ടുള്ള എല്ലാം നമ്മളിപ്പോ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഇപ്പൊ ഒബ്വിയസ്ലി അവര് അതിന്റെ ഉള്ളിൽ നിന്ന് അവർ ചിന്തിക്കുമ്പോ അവര് ശരിയാണ് എന്നുള്ളൊരു സംഭവം എന്തായാലും അവർക്ക് ഉണ്ടാവും. അപ്പൊ അവരുടെ ശരികള് ഈ അവരുടെ ശരികൾ അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. അവരുടെ ശരികൾ അവരുടെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. ഈ ശരികളായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ അവരിങ്ങനത്തെ ആൾക്കാര്, അതായത് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ അഭിരുചികളും അതൊക്കെ വ്യത്യസ്തമാണ്, നമ്മളെ പോലെ അല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യം അവര് അങ്ങനെയാണ് എന്നുള്ളത് സാധാരണക്കാര് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകള് അംഗീകരിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്താണ്? ഞാൻ അംഗീകരിക്കുന്നില്ല. ബ്രോ അംഗീകരിക്കുന്നില്ല? ഞാൻ അംഗീകരിക്കുന്നില്ല. അതാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ്. ഓക്കെ, ബ്രോ അംഗീകരിക്കുന്നില്ല. അപ്പൊ അവരാരും അംഗീകരിക്കാൻ പാടില്ല, അങ്ങനെ നമ്മൾ ചടിക്കുന്നത് ശരിയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ അവരെ എന്താ പറയണത്, ഇത് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കണ ഇടിച്ച് പരത്തല്ലേ. ഞാൻ ചോദിക്കണത്, ഇപ്പൊ ബ്രോ നേരത്തെ പറഞ്ഞല്ലോ, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് സാധാരണക്കാരുടെ അടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് വരണ്ട, അവരതായിട്ട് അവിടെ അവരവിടെ നിന്നോട്ടെ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് വന്നിട്ട് അവരുടെ നിയമങ്ങൾ പറഞ്ഞ് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്ന് വാദിക്കേണ്ട ആവശ്യം ഞങ്ങളുടെ അടുത്തില്ല. ഞങ്ങൾ വേറെ ഞങ്ങളുടെ ലൈഫായിട്ട് ഞങ്ങൾ അത് പോകും. നിങ്ങളുടെ ലൈഫായിട്ട് പോട്ടെ. അവരവരുടെ സൊസൈറ്റിയായിട്ട് അവർ പോകും. ഈ പറയുന്നത് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും ഇപ്പൊ അവര് ചെയ്യുന്നതും ഇപ്പൊ ബ്രോയുടെ നിലപാടുകളും തമ്മിൽ അപ്പൊ എന്താ വ്യത്യാസം? അവരുടെ നിലപാടുകളെ അംഗീകരിക്കാനുള്ള ഇത് ചെയ്യുന്ന, അപ്പൊ അത് അവരുടെ നിലപാടുകള് അവരുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രോയുടെ നിലപാട് ബ്രോയുടെ ഉള്ളിൽ നിൽക്കണം എന്ന് പറയുന്നത് എന്റെ നിലപാടാ. ഞാൻ പറയുന്നത് അവരുടെ നിലപാട് അവരുടെ ഉള്ളിൽ നിൽക്കട്ടെ. അവരുടെ നിലപാടുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇവരെ അംഗീകരിക്കണമെന്നും നിർബന്ധം പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കാര്യത്തില് ഇപ്പൊ അവര് പറയുന്ന നിലപാടുകൾ അത് അവരുടെ ഒരു നിലപാട്, ബ്രോയുടെ ഒരു നിലപാട് പറഞ്ഞത് ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അംഗീകാരം കിട്ടാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ ബ്രോയുടെ നിലപാട് ഉള്ള ആളുകള് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ നിക്കുള്ളൂ. മനസ്സിലായില്ലേ? അതില് ഈ പറയുന്ന രണ്ട് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവര് സമൂഹത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവരെ അംഗീകരിക്കണം എന്നുള്ളത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു നിലപാടാണ് ബ്രോക്കുള്ളത്. എനിക്ക് പക്ഷെ അങ്ങനെയല്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോരോ എന്തായാലും നമ്മളിപ്പോ സമൂഹത്തില് അംഗീകരിക്കപ്പെടണം അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരുടെ ചിലപ്പോ ഒരു ആഗ്രഹമായിരിക്കും. അതില് ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്യാനുള്ള ഈ ഒരു നിലപാടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ. എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അത് മറ്റുള്ളവരെ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ എന്തായാലും അവർക്ക് എഗെയിൻസ്റ്റ് അല്ല. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് അവരവരുടെ സൊസൈറ്റിയിൽ നിൽക്കട്ടെ. സ്റ്റേറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് എന്തായെന്നല്ല അടിച്ചേൽപ്പിക്കാനുണ്ട്. അവരുടെ നിയമങ്ങളും അവരുടെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിലാണ് നമുക്ക് എതിർക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇതിന് ഇത്രയും ഇതായിട്ട് പറയുന്നോണ്ട് ചോദിക്കുന്ന എനിക്ക് അവരുടെ ആദില നൂറ അവരുടെ ആ ഒരു കോഴ്സിലുള്ള ആ ഒരു വിഷയങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അവരെ അംഗീകരിക്കാനുള്ള ഒരുപാട് പരിപാടികൾ നോക്കുന്നുണ്ട്. അവരവരുടെ ഫാമിലിനെ അവരെ ചുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് തോന്നുന്നു. അല്ല എനിക്കതൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവര് ലെസ്ബിയൻ കപ്പിൾസാണ്. അവര് പിരിയാൻ പറ്റാത്തത് കൊണ്ടും അവരെ റിലേഷൻഷിപ്പില് അവരുടെ റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ഫാമിലിനെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അടിച്ചു താഴ്ത്തുകയും ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ നമ്മള്. അല്ല അതില് ഇപ്പൊ അതിലൊരു വശവും നമ്മൾ കാണുന്നുള്ളൂ. എന്റെ ഒരു വ്യൂ പോയിന്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ ബിഗ് ബോസിലെ കാര്യം എന്ന് പറഞ്ഞ ഇപ്പൊ ആദില നൂറ എന്ന രണ്ട് വ്യക്തികളുടെ ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവരുടെ ഫാമിലിയുടെ ഭാഗം നമ്മൾ കാണുന്നില്ല. ഒബ്വിയസ്ലി ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ ഒക്കെ ആ ഒരു ചിന്താഗതിയില് ഞാൻ പറയട്ടെ, നമുക്ക് എന്തോ ആയിക്കോട്ടെ, അവരെ ലക്ഷ്മി ആയിക്കോട്ടെ, ഗേ ആയിക്കോട്ടെ, അവരുടെ പാരന്റ് അവരെ എത്രത്തോളം അവരെ ഉണ്ടാവും. ചിലപ്പോ അവർക്ക് മാനസികമായിട്ട് ചിലപ്പോ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും എന്തോ ആയിക്കോട്ടെ. നമ്മളൊരു പൊതുമാധ്യമത്തില് അവരുടെ ഫാമിലിനെ കുറ്റം പറയുന്നത് അല്ല, ശരിയല്ല. അതൊരിക്കലും ശരിയല്ല. അതിനെ അവരുടെ സ്വന്തം പിതാവിനെ അവർ കുറ്റം പറഞ്ഞ ശരിയല്ല. അല്ല, അത് ശരിയല്ല. പക്ഷെ ബ്രോ പറയുന്നത് അവരുടെ കമ്മ്യൂണിറ്റി അവര് ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോ അവര് ആയിട്ടുള്ള ആളുകൾ അവരെ അംഗീകരിക്കണം എന്നുള്ള രീതിയിലാണ്. അതിപ്പോ ആദില നൂറ എന്ന് മാത്രമല്ല, അതിപ്പോ ഏത് മനുഷ്യൻ ചെയ്താലും അത് തെറ്റല്ലേ? ഇപ്പൊ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആദില നൂറ ഈ ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് മാത്രം അവര് പാരന്റ്സിനെ കുറ്റം പറയുന്നത്. അവര് പറയുന്ന പാരന്റ്സിനെ ആര് കുറ്റം പറഞ്ഞാലും അത് ശരിയല്ല. അത് ആദില നൂറ ഒരു കമ്മ്യൂണിറ്റി മാത്രം ഒതുങ്ങി നിൽക്കണ കാര്യമല്ലല്ലോ. ശരിയല്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ പോലെ അവരുടെ ഉപ്പാനെ കുറിച്ച് അലിഗേഷൻസ് പറഞ്ഞല്ലോ. ഓളം തരം താഴ്ന്ന അലിഗേഷൻസ് ആണ്. ജനം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അതൊന്നും അവരെ പോലുള്ള ഒരാൾ പറയുന്നതായിരുന്നു. അതായത് സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു അവരെന്തായാലും ആ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ അവരുടെ പാരന്റ്സിനെ അവർ പറഞ്ഞത് വച്ച് നോക്കുമ്പോൾ എന്തോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകളെ അവർ അംഗീകരിക്കണം, അവരുടെ കാര്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ള കമ്മ്യൂണിറ്റി തന്നെയാണല്ലോ ഞങ്ങളുടെ. ഈ ബിഗ് ബോസ് പോലുള്ള ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് ഇതുവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും അംഗീകാരം കൊടുക്കണേലും കാണുമ്പോൾ ഭയങ്കര ഒരു അമർഷം തോന്നുന്നു. അവസരങ്ങൾ എല്ലാവർക്കും കിട്ടണമല്ലോ. അവസരങ്ങൾ കിട്ടട്ടെ. ഐഡിയോളജിയോട് മാത്രമാണ് ഇത്. അവസരങ്ങൾ വേണം, അവർക്കും ജീവിക്കണ്ടേ. അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ. ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി വേറെ. അത് അടിച്ചേൽപ്പിക്കരുത് ആളുകളിൽ. നമ്മുടെ ലൈഫായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഈ ഒരു ടീം സ്റ്റേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ വന്നിട്ട് അവരുടെ നിയമങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത് ആളുകൾ. മെയിനായിട്ട് ഇപ്പൊ സാധ്യത ഉണ്ടെന്ന് ഇപ്പൊ ഇത് കാണുമ്പോ അത് അറിയാനും അതിനോടൊക്കെയുള്ള ബാഡ് ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അതാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് കറക്റ്റായി. ഇത്ര നേരം എനിക്ക് കത്തിയിട്ടിട്ടായില്ല, അതുകൊണ്ടാണ് അതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും കറക്റ്റായി. അപ്പൊ ഇതൊക്കെയാണ് ചെങ്കിസ് ഖാൻ അല്ലേ. ആക്ടിങ് പാഷനായിട്ട് കൊണ്ടെടുക്കുന്നു,
സിനിമയെ ജീവനായിട്ട് കൊണ്ടെടുക്കുന്നു, സിനിമയിൽ വലിയ അവസരങ്ങൾ തേടുന്നു, പുതിയ വെബ് സീരീസ് ആരംഭിക്കാനിരിക്കുന്നു, അതിൻ്റെ ഒപ്പം ഫൈറ്റിംഗ് ലൈഫും ഒക്കെ ആയിട്ട് ചെങ്കിസ് ഖാൻ ഇങ്ങനെ കത്തി നിൽക്കട്ടെ, കത്തി കയറട്ടെ. എല്ലാവിധ ആശംസകളും. അടിപൊളി ബ്രോ, ഓൾ ദ ബെസ്റ്റ്.